ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് മീൻ വറുത്തെടുക്കണേന്ന് നോക്കാം. അപ്പോൾ മീനിലേക്ക് പരട്ടി വയ്ക്കുന്ന മസാല തയ്യാറാക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീൻ വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ അയല മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വേറെ ഏത് മീനായാലും ഈ മസാല വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലേക്ക് ഇനി മസാല പരട്ടി വയ്ക്കാനായിട്ട് മസാല എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി ഇതിട്ട് കൊടുക്കാം. മീൻ വറുത്തതിന് നല്ല ടേസ്റ്റ് തരുന്ന ഒന്നാണിത്. പ്രത്യേകിച്ച് അയല മീനൊക്കെ ആണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്തായാലും ചേർക്കണം. അപ്പം മീൻ വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർക്കുന്നുണ്ട്. ഇത് വാളംപുളിയുടെ ചെറിയൊരു കഷ്ണം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായി തിരുമ്മി അരിച്ചെടുത്ത വെള്ളമാണിത്. അപ്പോൾ ഇത് നമ്മുടെ വറുത്ത മീന് നല്ല ടേസ്റ്റ് തരുന്ന ഒന്നാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം എടുക്കുമ്പോൾ കൂടാനായിട്ട് പാടില്ല. നമ്മൾ മീനനുസരിച്ചിട്ട് വേണം പുളിവെള്ളം എടുക്കാനായിട്ട്. കൂടുതൽ മീനുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പുളിവെള്ളം എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. പുളിവെള്ളം ചേർത്ത വെള്ളം തന്നെ ഇതിൽ മതിയാവും. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല മീനിൽ നന്നായി ഒന്ന് പരട്ടി കൊടുക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല നന്നായി ഒന്ന് പരട്ടി കൊടുക്കാം. അപ്പോൾ മസാല പരട്ടി കഴിഞ്ഞ് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ മീൻ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഉണ്ടെങ്കിൽ അരമണിക്കൂർ വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേഗം തന്നെ വറുത്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം വറക്കണതായിരിക്കും. അപ്പോൾ ഇതിൽ നന്നായി പരട്ടി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അതല്ല പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. അപ്പം അതിന് വേണ്ടി ഒരു പാൻ വെച്ച് നന്നായി ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ തീ നന്നായി കൂട്ടി വെച്ചിട്ട് ഓയിൽ നന്നായി ചൂടാകുമ്പോൾ ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ മീനെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ അങ്ങനെയാക്കിയിട്ട് നമുക്ക് മീൻ വറുത്തെടുക്കാം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീൻ വറുത്തെടുത്താൽ മതിയാവും. ഇപ്പോൾ മീനിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നോരോന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് അപ്പുറത്തെ ഭാഗം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ മീനിൻ്റെ 2 ഭാഗവും വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനി എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.